ഈ കോൺഗ്രസിൻ്റെ സൈബർ കൂട്ടങ്ങൾ ഈ പെൺകുട്ടി ആരോപണം ഉന്നയിച്ചതിൻ്റെ പിന്നാലെ വന്നിട്ട് എത്ര രൂക്ഷമായ നിലയിൽ, എത്ര മോശമായ നിലയിലാണ് സൈബർ ഇടത്തിൽ ചിത്രീകരിക്കുന്നത്. അപ്പോൾ അത് പാടില്ല എന്ന് പറയാൻ അവർ തയ്യാറാവുന്നില്ലല്ലോ. അപ്പോൾ കോൺഗ്രസിൻ്റെ സംരക്ഷണം ഇവർക്കുണ്ട്. കോൺഗ്രസിൻ്റെ തണലിലാണ്, കോൺഗ്രസിൻ്റെ സമന്നതരായ നേതൃത്വത്തിൻ്റെ തണലിലാണ് ഈ തെമ്മാടിത്തമെല്ലാം കാട്ടിക്കൂട്ടുന്നത്. ആ ധൈര്യമാണ് ഇവരെയെല്ലാം നയിക്കുന്നത്. ഇതുമായി ബന്ധപ്പെട്ട് കുറേ പ്രശ്നങ്ങൾ ഉയർന്നു വന്നിട്ടുണ്ട്. നേരത്തെയും കുറേ വിഷയങ്ങൾ ഉയർന്നു വന്നല്ലോ. പക്ഷേ ഈ കോൺഗ്രസിൻ്റെ ഒരു സംസ്കാരം അനുസരിച്ച് അവർക്ക് ഇതൊന്നും ഒരു പ്രശ്നമല്ല. കോൺഗ്രസ് ഇത്തരക്കാരെയെല്ലാം സംരക്ഷിച്ച അനുഭവമാണ് നമുക്ക് കാണാൻ വേണ്ടി കഴിയുക. അപ്പം അതുകൊണ്ടാണ് ഇത്തരം പെൺകുട്ടികൾ ഇതുമായി ബന്ധപ്പെട്ട ചില പ്രതികരണങ്ങൾ നടത്തുമ്പോൾ പെൺകുട്ടികളെ ഭീഷണിപ്പെടുത്തുന്നു. ഇപ്പോൾ കോൺഗ്രസിൻ്റെ സൈബർ കൂട്ടങ്ങൾ സംഘടിതമായിട്ടല്ല ഈ പെൺകുട്ടിക്ക് നേരായിട്ട് സൈബർ അറ്റാക്ക് നടത്തിക്കൊണ്ടിരിക്കുന്നത്. ഏതെങ്കിലും ഒരു കോൺഗ്രസ്സുകാരൻ പറഞ്ഞു ഇത് തെറ്റാണെന്ന് പറഞ്ഞു? പറയുന്നില്ല. എന്നാൽ പിന്നെ പറയുന്നത് ആരാണെന്ന് നോക്കട്ടെ എന്ന ഭാവത്തിലാണ് ഈ വെട്ടക്കാരൻ നിൽക്കുന്നത്. അപ്പം അതുകൊണ്ട് കോൺഗ്രസിനകത്ത് നിന്ന് യഥാർത്ഥത്തിൽ ഈ പെൺകുട്ടിക്ക് അനുകൂലമായി ഉയരേണ്ട ശബ്ദം ഉയരുന്നില്ല. ഒരു വലിയ സ്ത്രീ സംരക്ഷകരൊക്കെ ആയിട്ട് പലപ്പോഴും രംഗപ്രവേശം ചെയ്യുന്നുണ്ടല്ലോ. എന്തുകൊണ്ട് അങ്ങനെ ഉയരുന്നില്ല എന്നാണ് ഞങ്ങൾ ചോദിക്കുന്നത്. ഈ കോൺഗ്രസിൻ്റെ സൈബർ കൂട്ടങ്ങൾ ഈ പെൺകുട്ടി ആരോപണം ഉന്നയിച്ചതിൻ്റെ പിന്നാലെ വന്നിട്ട് എത്ര രൂക്ഷമായ നിലയിൽ, എത്ര മോശമായ നിലയിലാണ് സൈബർ ഇടത്തിൽ ചിത്രീകരിക്കുന്നത്. അപ്പോൾ അത് പാടില്ല എന്ന് പറയാൻ അവർ തയ്യാറാവുന്നില്ലല്ലോ. അപ്പോൾ കോൺഗ്രസിൻ്റെ സംരക്ഷണം ഇവർക്കുണ്ട്. കോൺഗ്രസിൻ്റെ തണലിലാണ്, കോൺഗ്രസിൻ്റെ സമന്നതരായ നേതൃത്വത്തിൻ്റെ തണലിലാണ് ഈ തെമ്മാടിത്തമെല്ലാം കാട്ടിക്കൂട്ടുന്നത്. ആ ധൈര്യമാണ് ഇവരെയെല്ലാം നയിക്കുന്നത്. ഇതിലൊരു പ്രധാനപ്പെട്ട പ്രശ്നമുള്ളത്, ഈ പെൺകുട്ടി ഈ നേതാവിൻ്റെ പേര് എടുത്തു പറയുന്നില്ല. ചില സൂചനകൾ നൽകുന്നു. അതിൽ നിന്നും നമ്മൾ ഇന്നയാളാണെന്ന് നമ്മൾ ഊഹിക്കുന്നു. അപ്പോൾ ഒരു പേര് പറഞ്ഞ് ഒരു കൃത്യമായൊരു നിയമ നടപടിയിലേക്ക് പെൺകുട്ടി നീങ്ങേണ്ടതല്ലേ? അതല്ലാതെ അങ്ങനെ അല്ലെങ്കിൽ ഇതൊരു വെറും രാഷ്ട്രീയ ആരോപണമായി ഇത് അവസാനിക്കാനുള്ളൊരു സാധ്യതയല്ലേ ഉണ്ടാവുക? അല്ല, ഈ പുറത്തു വരുന്ന വാർത്തകൾ വെച്ച് ഇതൊരു രാഷ്ട്രീയ ആരോപണമല്ല എന്ന് മാധ്യമപ്രവർത്തകരായിട്ട് നിങ്ങൾക്കറിയാലോ. ആ പെൺകുട്ടി ഒരു മാധ്യമപ്രവർത്തകയാണ്. നേരത്തെ ഒരു മാധ്യമപ്രവർത്തകയുമായി ബന്ധപ്പെട്ട് ചില വിഷയങ്ങൾ ഉയർന്നു വന്നിരുന്നു. അപ്പോൾ നിങ്ങൾ നിങ്ങൾ ചോദ്യം ചോദിക്കുന്ന നിങ്ങൾക്ക് എന്തെങ്കിലും ഞാനിത് സംബന്ധിച്ച് കൂടുതൽ കാര്യങ്ങൾ പറഞ്ഞു തരേണ്ട കാര്യമില്ല എന്ന് എനിക്കും അറിയാം, നിങ്ങൾക്കും അറിയാം. അപ്പോൾ എന്താണ് ഇവിടെ സംഭവിക്കുന്നത്, ആരാണ് ഇതിന് പിന്നിലുള്ളത് എന്നൊക്കെ നിങ്ങൾക്ക് അറിയാവുന്ന കാര്യമാണ്. അതുകൊണ്ട് പെൺകുട്ടികൾക്ക് ധൈര്യത്തോടു കൂടി പേര് പറഞ്ഞ് മുന്നോട്ട് വരാനുള്ള പ്രചോദനം, അതിനാവശ്യമായിട്ടുള്ള നിലവിലുള്ള സംരക്ഷണം ഞങ്ങൾ കൊടുക്കും എന്ന് തന്നെയാണ് ഞങ്ങൾ പറയുന്നത്. അപ്പോൾ ഏതെങ്കിലും തരത്തിൽ ഒരു ആരോപണം ഉന്നയിച്ചാൽ, സൈബർ ഇടത്തിൽ 4 തെറി വിളിച്ചാൽ പിന്തിരിഞ്ഞ് പോകേണ്ട കാര്യമില്ല. അതുകൊണ്ട് കൂടുതൽ വിവരങ്ങൾ പുറത്തു വരട്ടെ. ആ ഘട്ടത്തിൽ എന്ത് വേണം, കൂടുതൽ നിലപാടുകൾ സ്വീകരിക്കേണ്ടതെന്ന് ഞങ്ങൾ തീരുമാനിക്കാം. അല്ല, ഇപ്പോൾ ആ പെൺകുട്ടി പേരൊന്നും പറഞ്ഞിട്ടില്ല. ഇപ്പോൾ സ്വാഭാവികമായിട്ടും അതെ, വരട്ടെ ഞാൻ പറയട്ടെ. സ്വാഭാവികമായിട്ടും ആ പെൺകുട്ടിക്കുണ്ടായിട്ടുള്ള കാര്യങ്ങൾ സംബന്ധിച്ച് പേര് പറയാതാണ് ഒരു പെൺകുട്ടി വെളിപ്പെടുത്തൽ നടത്തിയത്. ഇപ്പം അതിനുശേഷം ഫേസ്ബുക്കിൽ ഹണി ഭാസ്കർ എന്ന് പറയുന്ന ഒരു പെൺകുട്ടിയും ഒരു സ്ത്രീയും ഇതുമായി ബന്ധപ്പെട്ട ചില ആരോപണങ്ങൾ ഉന്നയിച്ചിട്ടുണ്ട്. അപ്പോൾ അവരെല്ലാം നിയമ നടപടികൾ സ്വീകരിച്ച് മുന്നോട്ട് പോവുകയാണെങ്കിൽ അവർക്ക് എല്ലാവിധ പിന്തുണയും DYFI നൽകും. അതുമായി ബന്ധപ്പെട്ട നിലപാടുകൾ ഞങ്ങൾ ആ ഘട്ടത്തിൽ സ്വീകരിക്കും.